കൊറോള കിടക്കുന്നുണ്ടല്ലേ എന്റെ കാർഷ അത് കയറി വരും. പക്ഷെ പ്രാക്ടീസ് ഇല്ലാതെ ബൈ ചാൻസ് തിരിഞ്ഞു പോയാൽ ഇങ്ങോട്ട് വന്നാൽ പറ്റും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ചുറ്റി വരാം. അത് നിങ്ങൾ തീർച്ചയായിട്ടും കോംപ്ലിക്കേറ്റ്. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ സൈഡ് നടന്നിട്ട് അല്പം ദൂരം ഒന്നും നടക്കാൻ പറ്റും. ബൈ ചാൻസിൽ ഇത് കയറ്റി പ്രാക്ടീസ് ഇല്ലാതെ സൈഡിലോട്ട് തോട്ടിൽ വീഴില്ലേ. അതുകൊണ്ടാണ് തിരി നടന്നാൽ ആദ്യത്തെ പ്രാവശ്യമല്ലേ. ആരാണ് തിലകം വേണ്ട സാധനമല്ല. ഓക്കെ ഓക്കെ പറയും. അപ്പൊ എന്താ അറിയേണ്ടത് നമുക്ക്? ഇത് എങ്ങനെ ഇത് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇവര് നമുക്ക് വേണ്ടപ്പെട്ട ഒരു ആളാണ്. അത് തിലകമ്മ എന്ന് പറയുന്നത്. കുറച്ച് സോഷ്യൽ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പം ഞാനിപ്പം എൻ്റെ ഇൻഫ്ലുവൻസ് വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടേതായ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം വിധവകളുടെ ഒരു സംഘടനയൊക്കെ തുടങ്ങാം എന്നൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു സൈഡ് എനിക്ക് അവരോടൊരു കമ്മിറ്റ്മെന്റ് വരാനുള്ള ഒരു കാരണം ആണ് ഞാൻ ഈ പറയുന്നത്. രണ്ട്, ഞാനെന്ന് പറയുന്ന വ്യക്തി വ്യക്തിഗതമായി എൻ്റെ ഉപജീവനാർത്ഥം ഞാൻ ചെയ്യുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിക്കവറി എക്സിക്യൂട്ടീവാണ്. രണ്ട്, DSA ആണ്. പറ്റുമോ? അങ്ങോട്ട് കയറാൻ പറ്റുമോ? DSA ആണ്. ബാങ്കുകാരുടെ DSA എന്ന് വെച്ചാൽ ഡയറക്റ്റ് സെല്ലിംഗ് അസോസിയേറ്റ്, ആൻഡ് DMA ഡയറക്റ്റ് മാർക്കറ്റിംഗ് അസോസിയേറ്റ്. ഇത് 10-25 വർഷമായിട്ട് ബാങ്കിന്റെ മാർക്കറ്റിംഗ് ഒക്കെ എല്ലാ ബാങ്കുകളുണ്ട്. മിക്കവാറും എല്ലാ ബാങ്കുകളുടെയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, ഇന്ത്യൻ ബാങ്ക്, ഇതിൻ്റെയൊക്കെ ഓതറൈസ്ഡ് DMA ആണ്. ഇതിന് പുറമെ ഞാൻ വെൽത്ത് ബിൽഡർ എന്ന് പറയുന്ന അക്രഡിറ്റഡ് വെൽത്ത് ബിൽഡർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്. ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാവുന്നതാണ്. ഒരു വ്യക്തിയുടെ വെൽത്ത് ബിൽഡിംഗ് എൻ്റെ വർക്കിൻ്റെ ഭാഗമാണ്. വെൽത്ത് ബിൽഡിങ്ങിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾക്ക് 100 പവൻ സ്വർണ്ണം ഉണ്ട്, അല്ലെങ്കിൽ 10 ലക്ഷം രൂപയുടെ FD ഉണ്ട്, അതല്ലെങ്കിൽ 5 ഏക്കർ പൊരേഡ് ഉണ്ട്, അതല്ലെങ്കിൽ മെച്യൂരിറ്റി വാല്യൂ അച്ചീവ് ചെയ്തൊരു LIC പോളിസി ഉണ്ട്. ഇതെല്ലാം വെൽത്താണ്. പക്ഷേ അതിന്മേൽ അവർ വളരെ ലീസ്റ്റ് ആയിട്ടുള്ള ഇൻകം കിട്ടുന്ന രീതിയിലാണ് അവരിപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അതിൽ തന്നെയും ചില ഇൻവെസ്റ്റ്മെൻറ്റുകൾ പൂർണ്ണമായും നഷ്ടസാധ്യത, ഷെയർ ആയാലും മ്യൂച്വൽ ഫണ്ട്സ് ആയാലും അവരുടെ കാറ്റലോഗിലെല്ലാം അവരെഴുതും. സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് ഉണ്ട് അതിനകത്ത്. നിക്ഷേപങ്ങൾ നഷ്ടസാധ്യതയ്ക്ക് വിധേയമാണ് എന്ന് വെച്ചാൽ ഇടുന്ന പണം ചിലപ്പം കിട്ടാതെ വരുമെന്നുള്ളത്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഞാൻ വെൽത്ത് ബിൽഡിംഗ് നടത്തുന്നത്. വെൽത്ത് ബിൽഡിംഗ് നടത്തുന്നതിൽ എൻ്റെ ബിസിനസ്സിൻ്റെ ഫസ്റ്റ് പോയിന്റ്, നിക്ഷേപങ്ങൾ 100% സെക്യൂർഡാണ്, നഷ്ടസാധ്യത ഇല്ല. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, ഒരു ബാങ്കിൽ നിന്ന് 8% കിട്ടില്ല. 8% വെച്ചാലും അതേ ഡെപ്പോസിറ്റ് ഞാൻ പറയുന്ന രീതിയിൽ ഈ ഡെപ്പോസിറ്ററുടെ പേർക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്താൽ അത് 16 to 24, കുറച്ചുകൂടെ ക്ഷമയോടെ ചെയ്താൽ 36% വരെ കിട്ടും വിത്ത് 100% ഗ്യാരണ്ടി. പറയുന്നത് മനസ്സിലാവും. ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നോട്ട് ഇൻ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ ഷെയർ ട്രേഡിംഗ് വിത്ത് മ്യൂച്വൽ ഫണ്ട് നഷ്ടസാധ്യതയെ ഇല്ലാത്ത വിധം ഇത് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇൻട്രസ്റ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ പൈസ കിട്ടിയായിരുന്നല്ലോ. തീർച്ചയായിട്ടും ശരി, നാളെ രാവിലെ 10 മണിക്ക്. രണ്ടുപേരുടെയും ഇന്ന് തന്നെ വേണം. നാളെ രാവിലെ എടുക്കുന്നുണ്ട്. അല്ല, ഞാനിപ്പോൾ തന്നെ വിളിച്ച് പറഞ്ഞേക്കാം. പാസ്പോർട്ട് രണ്ടുപേരുടെയും വേണം. 10 ലക്ഷം രൂപ രണ്ടുപേരുടെയും വേണമല്ലോ പാസ്പോർട്ട് സൈസ്. വെൽത്ത് ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് ഇത് കൊടുക്കുന്ന ആളെ നൺ റീഫണ്ട് ആയിട്ട് ചെയ്യാൻ പറ്റുമോ? ഓക്കെ. പക്ഷെ അത് വാല്യൂഷൻ അനുസരിച്ച് മാത്രമേ ഇത് നൺ റീഫണ്ടബിൾ ആയിട്ട് വെൽത്ത് ബിൽഡിംഗ് നടത്താൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ ചെറിയ ഒരു ആടിനെ കൊന്നാൽ കുറേ പേർക്ക് കഴിക്കാം, കോഴിയെ കൊന്നാൽ 2 പേർക്കോ 3 പേർക്കോ കഴിക്കാം, ഒരു പ്രാവിനെ കൊന്നാൽ ചെയ്യാൻ പറ്റും, ഒരാൾക്കല്ലേ കഴിക്കാം. ദാറ്റ് മീൻസ് വെൽത്ത് ബിൽഡിംഗ് ഡിപ്പെൻഡിങ് ഓൺ 10 ലക്ഷം രൂപ ലോൺ കിട്ടിയ 6 ലക്ഷം രൂപ അവരുടെ ആവശ്യത്തിന് അവർ ഉപയോഗിച്ചിട്ട് 4 ലക്ഷം രൂപ മാത്രമേ വെൽത്ത് ബിൽഡിങ്ങിന് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കാണുള്ളൂ. ഞാൻ പറഞ്ഞ ഫസ്റ്റ് പോയിന്റാണ് ഞാൻ പറഞ്ഞത്. എവിടെ എങ്ങനെയെന്നുള്ളത് ഞാൻ പിന്നെ പറയാം, രണ്ടാമത് പറയാം. അപ്പോൾ ഈ 4 ലക്ഷം രൂപ വെച്ച് ഈ 10 ലക്ഷം രൂപ അടയ്ക്കുന്നതിനുള്ള ഇൻകം ജനറേറ്റ് ചെയ്താൽ മാത്രമേ അവരൊരു പൈസയും അടച്ചില്ലെങ്കിൽ കാലത്തിന് ശേഷം ടോട്ടൽ ടേം ഉണ്ടല്ലോ, ടേമിന് ശേഷം പ്രമാണം റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഈ 10 ലക്ഷം രൂപ അവർ തന്നെ എടുത്താൽ തിരിച്ചടവ് അവർ തന്നെ നിർവഹിക്കട്ടെ, നമുക്ക് വലിയൊരു വിരോധവുമില്ല.
അത് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, നമ്മളിപ്പോൾ ഇത് KSFE ചിട്ടിയിലാണ് ഫസ്റ്റ് മണി റൈസ് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്നത്. KSFE ചിട്ടിയിൽ മുടക്ക ചിട്ടി പിടിച്ചാൽ മാത്രമേ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചിട്ടിയിൽ ചേരാൻ പറ്റുള്ളൂ. അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് ഈ ജപ്തി വന്ന പുരയിടങ്ങൾക്ക് ആൾക്കാർ ഓടി വരും. അല്ല, ഇപ്പൊ ഈ ചിട്ടി ഇവരുടെ പേരിലേക്ക് മാറിയോ? ഇവരുടെ പേരിലേക്ക് മാറിയില്ല. അവരുടെ പേരിലല്ല നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ പറയുന്ന സ്റ്റോറി ആദ്യം ഒന്ന് കേട്ടിട്ട് പിന്നീട് ഡൗട്ട്. നമുക്ക് എല്ലായിടത്തെയും ചിട്ടി ചെയ്യാൻ പറ്റുമോ? എല്ലായിടത്തും ചെയ്യാൻ പറ്റും. കേരളം മുഴുവൻ ചെയ്യാൻ പറ്റും. കേരളത്തിന് വെളിയിൽ ഈ KSFE അല്ല തമിഴ്നാടിനും. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടൂര് ബ്രാഞ്ചിലുള്ളത് ഞാൻ പറയട്ടെ, ഞാൻ പറയുന്ന കേട്ടോ. സപ്പോസ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ റിക്കവറി എക്സിക്യൂട്ടീവ് ആണെന്ന്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിലൊക്കെ ജപ്തിയായ വസ്തുക്കളും കൊണ്ട് ആൾക്കാർ ഓടി വരും. നമ്മൾ ജപ്തി ചെയ്യാൻ ചെല്ലുമ്പോൾ നമുക്കവിടെ കാണാൻ വഴിയും കുഞ്ഞു കുട്ടി പരാധീനങ്ങൾ ഇറക്കി വിട്ടാൽ വഴിയാകാൻ ഒരു പക്ഷേ ഇപ്പം തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളെല്ലാം പേടിച്ചിരിക്കുന്നത് ഒരു ആത്മഹത്യയാണ്. ഇപ്പം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തന്നെ ഒരു ആത്മഹത്യയൊന്നും നടന്നു, പേപ്പറിലൊക്കെ വന്നു. ഭാര്യയും ഭർത്താവും മരിച്ചു പറഞ്ഞു. മരിക്കണ്ടായിരുന്നു, എന്നെ വന്ന് കണ്ടാൽ മതിയായിരുന്നു. ഇത് നമുക്ക് നിലനിർത്തി കൊടുക്കാം. മിനിമം 2 വർഷം 3 വർഷമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മക്കളുടെ കല്യാണമൊക്കെ സുഖമായി നടത്തി ഇപ്പം ലോൺ തിരിച്ചടയ്ക്കാതെ നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ റിക്കവറിയിൽ നമ്മൾ ചെയ്യുന്നത്, ഇവർക്ക് റിക്കവറിക്ക് ബാങ്കിന് അങ്ങേ അറ്റത്തെ അവസ്ഥയിലാണ് നമ്മളെ പോയി ആശാരിയും പോലീസിനെയും കൊണ്ടുപോയി വീട് പൂട്ടി ആണി അടച്ച് നമ്മൾ തിരിച്ചു വരും, സീൽ ചെയ്ത് തിരിച്ചു വരുന്നത്. പക്ഷെ അതിന് ജസ്റ്റ് ബിഫോർ നമ്മൾക്ക് ലിസ്റ്റ് തന്നിട്ട് കോൺടാക്ട് ചെയ്യാൻ പറയും. കോൺടാക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പറയും, ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യും, നിങ്ങൾക്ക് ഇനിയും തുടർന്ന് ആ വീട്ടിൽ കുറേ കാലം കൂടെ താമസിക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് ഇമ്മീഡിയറ്റായിട്ട് പൈസ അടച്ചേ പറ്റുള്ളൂ. അവർക്ക് ഒരു പൈസയും കാണില്ല. എനിക്ക് എൻ്റെ ടാർഗറ്റ് ബാങ്കിൽ പൂർത്തിയാക്കുകയും വേണം. അപ്പോൾ എന്ത് ചെയ്യും? മുടക്ക ചിട്ടികൾ കണ്ടെത്തും. മുടക്ക ചിട്ടികളാണെങ്കിൽ ചിട്ടി പിടിച്ചെടുക്കാവുന്ന പൊസിഷനിൽ നിൽക്കുന്ന ചിട്ടികളാണ്. KSFE കുറിച്ച് അറിയാമെങ്കിൽ കുറേ കാര്യങ്ങൾ അറിയാം. എനിക്ക് കിട്ടിയുണ്ട് KSFE. അത് തന്നെ ശ്രദ്ധിക്കും. KSFE ഇരുതല മൂർച്ചയുള്ള വാളാണ്. ഒന്നുമില്ല അത് കഴുത്തറ്റ് പോകും, അല്ലെങ്കിൽ നല്ല ലാഭം ഉണ്ടാകും. അത് പ്ലാനിങ്ങിൽ തന്നെ അതിൽ പോകണം. ഇപ്പോൾ KSFEയിൽ 10,000 രൂപ അടച്ച് 10 ലക്ഷം രൂപയുടെ ഒരു ചിട്ടിയിൽ ഒരാൾ ചേർന്നു. 100 പേര് കാണും. 100 പേരുണ്ടെങ്കിലേ 10 ലക്ഷം ആവുള്ളൂ. 10,000 കൂടെ നോക്കും. 100 പേരും എനിക്കിതാന്ന് പറഞ്ഞു. അന്നേരം ഒന്നും ചിട്ടി കിട്ടില്ല. പക്ഷെ അത്തരം ചിട്ടികൾ ഇതുപോലെ അത്യാവശ്യമായി നിൽക്കുന്നവർക്ക് നമുക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയില്ല. എപ്പോഴെങ്കിലും ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ കിട്ടുന്ന ചിട്ടി ഏതാണെന്ന് കണ്ടുപിടിച്ച് വെച്ചാൽ അതിൻ്റെ മുടക്ക തുക നമ്മളങ്ങ് കെട്ടിവെച്ചാൽ നെക്സ്റ്റ് ലേലത്തിൽ നമുക്ക് ചിട്ടി പിടിക്കും. കഴിഞ്ഞ തവണ ഞാൻ 2 എണ്ണം പിടിച്ചു. 10 ലക്ഷത്തിൻ്റെ 20 ലക്ഷം രൂപയുടെ 2 ചിട്ടി പിടിച്ചു. കാരണം പൈസ അടച്ചു, അടുത്ത ലേലത്തിൽ ആളില്ല, നമുക്ക് പിടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ തന്നെ ഇവിടുത്തെ നമ്മുടെ ടീമിലുള്ള ഒരു അംദ എന്ന് പറഞ്ഞ ഒരു ലേഡിയുടെ പേരിൽ 50 ലക്ഷം രൂപയുടെ ഒരു ചിട്ടി പിടിച്ചിട്ടുണ്ട്. അപ്പം ഇവർ പറഞ്ഞത് നമ്മളുടെ അടുത്ത് ഇതിന് വലിയ വില കിട്ടും, ഈ പൈസ എടുത്ത് സാർ ഈ റീഇൻവെസ്റ്റ് ചെയ്ത് അവർ കുറച്ച് വരുമാനവും കൂടെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ഞാൻ എവരിത്തിങ് ഈസ് ബേസ്ഡ് ഓൺ ദി വാല്യൂഷൻ ഓഫ് ദി പ്രോപ്പർട്ടി. വാല്യൂഷൻ ഇല്ലെങ്കിൽ എനിക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. 1. 2, അമ്മയുടെ പേരിൽ ചിട്ടി പിടിക്കുമ്പോൾ ഞാൻ 10 ലക്ഷം രൂപയുടെ ഡെപ്പോസിറ്റ് ചെയ്തു. ആണ് ആ മുടക്ക ചിട്ടി എടുത്താണ് ചിട്ടി പിടിച്ചത്. കാരണം എനിക്ക് ജപ്തിയായി കിടക്കുന്ന കുറേ പുരയിടങ്ങളുണ്ട് ഇവിടെ. എടുത്ത് കൊടുക്കാനായിട്ട്, ഇതിന് വാല്യൂഷനായിട്ട് കൊടുക്കാൻ ജപ്തിയായി കിടക്കുന്ന ഒരുപാട് പുരയിടങ്ങളിലാണ്. പക്ഷേ ഇവരെന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ടീമൊക്കെ ഡെവലപ്പ് ചെയ്യാം, വിധവയുടെ സംഘടന ഉണ്ടാക്കാമെന്നൊക്കെ നമ്മളടുത്ത് വാഗ്ദാനം ചെയ്യൂലെന്ന് എനിക്കറിയില്ല. പലരും അവരുടെ കാര്യം സാധിക്കാൻ വേണ്ടി നമ്മളടുത്ത് ഓരോ വാഗ്ദാനം ചെയ്യും. പിന്നെ ആൾക്കാരാണ്, ഒരു സാമൂഹ്യ ബന്ധമുള്ളൊരു വ്യക്തിയാണ് അവർ. പിന്നെ ആക്ച്വലി ഒരു നിഷ്കളങ്കമായ ഒരു സമീപനമാണ്. പിന്നെ ഒരു മോൻ്റെ എങ്ങാണ്ടോ, അത് ഞാൻ എൻ്റെ പത്രത്തിൽ എഴുതാനായിട്ട് ഒരു മാറ്റർ കൊണ്ടുവന്നിരുന്നു. പഞ്ചാബിലെ ബംഗാളിലുള്ള ഒരു ലേഡി പറ്റിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞു. അറിയാമോ? കഥ അറിയാമോ? സ്റ്റോറി അറിയാം അല്ലേ? അപ്പം അങ്ങനെയൊക്കെ കുറേ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നോക്കിയപ്പോഴത്തേക്കും ബാക്ക് സപ്പോർട്ടായിട്ട് ആരും ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഈ പ്രായത്തിൽ മുട്ടുവേദനയായിട്ട് അവരിറങ്ങി നടക്കുന്നത്, അല്ലേ? കൂടെ ഇറങ്ങി നടക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ അവരിങ്ങനെ വരില്ലായിരുന്നു. ഞാൻ പറഞ്ഞു ശരി, എനിക്ക് ആദ്യം വാല്യൂഷൻ നടക്കട്ടെ. വാല്യൂഷൻ കിട്ടുന്ന ഇതിൽ 10 ലക്ഷം രൂപ നമ്മളത് കഴിഞ്ഞാൽ ഫസ്റ്റ് കണ്ടീഷൻ ദ എൻ്റയർ എമൗണ്ട് അവർക്ക് ഉപയോഗിക്കാം. നമുക്ക് ഒരു നിർബന്ധമില്ല. നമുക്ക് ഒരേ ഒരു നിർബന്ധമുണ്ട്, ആ എൻ്റയർ എമൗണ്ടിൽ അവരുടെ പേരിൽ ഒരു മുടക്കച്ചിട്ടി എടുത്ത് പിടിച്ച് നമ്മുടെ ആളിൻ്റെ പേരിലുള്ള ഈ ബാധ്യത അവരുടെ പേരിലോട്ട് അവർ മാറ്റണം. ഞാൻ സഹായിച്ചു കൊടുക്കാം. മനസ്സിലായോ? ക്ലിയറായോ? ഈ പോയിന്റ് ക്ലിയറായോ? ആയില്ല? ഇദ്ദേഹത്തിന് മനസ്സിലായില്ല. അതായത് നമ്മുടെ അംദ എന്ന പേരിലുള്ള ആളിൻ്റെ പേരിലാണ് ഇപ്പം 50 ലക്ഷം രൂപയുടെ ചിട്ടി പിടിച്ചിരിക്കുന്നത്. ആ ചിട്ടി നമുക്ക് എപ്പോഴും ഉപയോഗിക്കാമെന്ന് വെച്ചാൽ അതിൽ നിന്നും തിലകമ്മയുടെ വസ്തു വയ്ക്കുന്നു. വസ്തു വെച്ചപ്പോൾ വസ്തുവിനൊരു 30 ലക്ഷം രൂപ കിട്ടിയെന്ന് വെച്ചോ.
30 ലക്ഷം കിട്ടി. സ്വാഭാവികമായിട്ട് ഈ 10 ലക്ഷം രൂപയ്ക്ക് തിരിച്ചു തരണ്ടേ നമുക്ക്? ബാക്കി 20 ലക്ഷം അല്ലേ ഉള്ളൂ. 20 ലക്ഷം രൂപയുണ്ട്. 20 ലക്ഷം ഉള്ളപ്പോൾ 10 ലക്ഷം രൂപ അവരാവശ്യത്തിന് അവർ ഉപയോഗിക്കണം. 10 ലക്ഷം ഉപയോഗിച്ച് അവർ വേറൊരു മുടക്കം ചിട്ടി പിടിക്കണം. പിടിച്ചിട്ട് അതിന് ഒരു 20 ലക്ഷം രൂപയുടെ മാത്രം ബാധ്യത വരുന്ന രീതിയിൽ ഈ ബാധ്യത ഇവിടെ വന്ന 10 ലക്ഷം രൂപ വരെ നമ്മൾ തന്ന സ്ഥിതിക്ക് ഇതിലടച്ചിരിക്കുന്ന 10 ലക്ഷം രൂപ അവർക്ക് അവകാശപ്പെട്ടതാണ്. ക്ലിയറായ? ആ ഭാഗം ക്ലിയറായോ? മനസ്സിലായല്ലോ? അപ്പോഴ് ഇത് ട്രാൻസ്ഫർ ചെയ്യത്തക്ക രീതിയിൽ ഇവരുടെ പേരിൽ ഒരു ചിട്ടി പിടിച്ചിട്ട് ഇവരെ ഫ്രീ ആക്കണം. ഇവര് പറ്റിയ ബാധ്യത അവർ തന്നെ വഹിക്കണം. അപ്പൊ അവരെ പറയണം, അവരെ വസ്തു, അവരെ ഇൻവെസ്റ്റ്മെന്റ്, ഗുണവും ദോഷവും അവരനുഭവിക്കണം. എനിക്കതിനകത്ത് ഒരു ബാധ്യത. കുറച്ച് ദിവസത്തേക്ക് ഈ അഡ്ജസ്റ്റ്മെന്റിന് ടെക്നിക്സ് പറഞ്ഞു തന്ന് ഞാൻ കൂടെ നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇനി അത് വേണ്ട. എന്തായാലും ഈ ചിട്ടി അവരുടെ പേരിലോട്ട് മാറ്റും നമ്മൾ. കാരണം നമ്മുടെ ആളുടെ പേരിൽ തന്നെ നമുക്ക് ചിട്ടി തുടരില്ല. ഏതൊരു അത്യാവശ്യക്കാർ വന്നാലും തൽക്കാലം അടയ്ക്കുന്ന പൈസയുടെ ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടി നമ്മുടെ ആളുടെ പേരിൽ ചിട്ടി പിടിച്ചാലും, കാരണം നമ്മൾ ഈ അടയ്ക്കുന്ന 10 ലക്ഷം രൂപയ്ക്ക് നമുക്ക് സെക്യൂരിറ്റി വേണമല്ലോ. ഇവരെ നമുക്കറിയില്ല. ഞാൻ അന്നേ പറഞ്ഞത് നിങ്ങളുടെ വീട്ടിൽ ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് വരണം, ഡീറ്റെയിൽസ് സംസാരിക്കണം. ഇത് പകുതിയോ മുക്കാലോ ദൂരം മുന്നോട്ട് പോയിട്ട് പിന്നീട് ഒരു ഒബ്ജക്ഷനുമായിട്ട് ആരെങ്കിലും വന്നാൽ നമുക്കൊരുപാട് നഷ്ടം വരും. ഇപ്പം വന്ന നഷ്ടം എന്താണെന്ന് വെച്ചാൽ അവരുടെ പേരിൽ മുൻ പ്രമാണങ്ങളൊന്നും തന്നെ ഇല്ല. ഉള്ള 2 പ്രമാണം അവർ സബ് രജിസ്ട്രാർ ഓഫീസിന് എടുത്തുകൊണ്ട് വന്ന് അത് വേറെ ആരുടെയോ പ്രമാണമാണ്. അപ്പം നമ്മുടെ ആധാരങ്ങളെല്ലാം ക്ലിയർ ഇല്ലേ? നമ്മൾ കൊടുത്ത ആധാരങ്ങൾ അതിന്റെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോഴെന്താണ് അതിനകത്ത് പ്രോബ്ലംസ്? അതിനകത്ത് മുഴുവൻ പ്രോബ്ലമാണ്. പ്രോബ്ലം എന്ന് വെച്ചാൽ 2 പ്രമാണങ്ങളിലൂടെയാണ് തിലകമ്മയുടെ മാതാപിതാക്കൾ തിലകമ്മയ്ക്ക് വസ്തു കൊടുത്തിരിക്കുന്നത്. അപ്പൊ 2 പ്രമാണങ്ങളും തിലകമ്മയുടെ പറയട്ടെ ഞാൻ ആ കഥ ഇപ്പൊ എഴുതിയതിന്റെ കഥയിലോട്ട് പോരാ. അങ്ങനെ ഉണ്ടെങ്കിൽ നീ എന്നോട് പറയാൻ എന്റെ ആധാരം ഞാൻ തരത്തില്ല. പറയട്ടെ ഇത് തീരട്ടെ. ഇദ്ദേഹത്തിന് വേണ്ടി അല്ല വന്നത്. ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ അമ്മ എന്താണെന്നൊന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. വന്നത് വളരെ നല്ല കാര്യം. കാരണം തിലകമ്മയ്ക്ക് അറിയുന്നതിനെക്കാട്ടി കൂടുതലായിട്ട് ഇദ്ദേഹം മനസ്സിലാക്കും. അപ്പോൾ എനിക്കും അത് കൂടുതൽ എളുപ്പമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. മറ്റേത് അവർക്ക് വേണ്ടി മനസ്സിലാക്കുന്നത് ഞാൻ തന്നെ മനസ്സിലാക്കി എൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതിനകത്ത് പുരയിടത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ തിലകമ്മയുടെ മാതാപിതാക്കൾ അച്ഛനും അമ്മയും തിലകമ്മയ്ക്ക് കൊടുത്ത വസ്തുക്കളാണ്. അതിൽ ഒരു വസ്തു തിലകമ്മയുടെ അച്ഛനും അമ്മയും കൊടുത്തതും ഒരു വസ്തു അവരുടെ തിലകമ്മയുടെ സഹോദരിയിൽ, അതായത് ഇതേ മാതാപിതാക്കളുടെ മറ്റൊരു മകളിൽ നിന്നും വില വാങ്ങിയതുമാണ്. ഗീതാകുമാരിയുടെ എന്നാണ്ട് എൻ്റെ പേര്. ഇതിൽ പ്രയോർ ഡീഡ് എന്ന നിലയിൽ തിലകമ്മയുടെ പാരൻസിൻ്റെ പേരിൽ 2 പ്രമാണങ്ങളുണ്ട്. അത് ഏതെങ്കിലും ഒരു നമ്പർ അതിനകത്തുണ്ട്. 1052 1055 ആണെന്ന് വിചാരിക്കാം. 2 നമ്പറുടെ ശാസ്താംകോട്ട സബ് രജിസ്ട്രാർ ഓഫീസ് ഉദാഹരണം പറയണം. അപ്പം അത് തിലകമ്മയുടെ പേരിലുള്ള പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു. ഉറക്കം വരുന്നു, ക്ഷീണം വരുന്നു. തിലകമ്മയുടെ പേരിലുള്ള പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു. എഴുതി കൊടുക്കുന്നവരുടെ, അതായത് നിശ്ചയം ചെയ്യുന്നവരുടെ പേരിൽ 1052 ശാസ്താംകോട്ട സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത പ്രമാണം വഴി ഞങ്ങൾക്ക് ശ്രദ്ധിച്ചത് സ്വാഭാവികമായിട്ട് മുൻ പ്രമാണം ചീത്തയായി പോയി. 50-55 വർഷത്തിന് മുമ്പുള്ളതാണ്. ഇതിന്റെ സർട്ടിഫിക്കറ്റ് കോപ്പി എടുക്കുന്നതല്ലേ മാർഗമുള്ളൂ. സർട്ടിഫിക്കറ്റ് കോപ്പി എടുക്കുമ്പോൾ സർട്ടിഫൈഡ് കോപ്പി എന്ന് പറയുമ്പോൾ സബ് രജിസ്ട്രാർ ഓഫീസ് അപേക്ഷ കൊടുത്തിട്ട് സർട്ടിഫൈഡ് കോപ്പി എടുത്തപ്പോൾ അത് തിലകമ്മയുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേരിലുള്ള പ്രമാണം അല്ല. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ തിലകമ്മയുടെ പേരിലുള്ള പ്രമാണമേ അസ്ഥിരമായി. അങ്ങനെ അസ്ഥിരമായ ഈ വസ്തുവേ ഇവർക്കുള്ളതല്ല എന്നായി പോകില്ലേ? അപ്പോൾ അത്രയും വലിയ കാര്യങ്ങളിലോട്ട് നമ്മൾ പോകുന്നില്ല. നമ്മൾ 55 വർഷം ആയതുകൊണ്ട് നമ്മളൊരു സജഷൻ അങ്ങോട്ട് പറഞ്ഞു. മുൻപ്രമാണം എന്ന് പറയുന്ന ഒരു സംഗതി കിടക്കുന്നതുകൊണ്ടാണല്ലോ ഈ പ്രോബ്ലം. തിലകമ്മയുടെ വസ്തു മകൻ്റെയും മകളുടെയും പേരിൽ ഒരു ഇഷ്ടദാനം എഴുതിയാൽ തിലകമ്മയുടെ പ്രമാണം മുൻപ്രമാണവുമല്ലോ. അത് 40 വർഷം മുമ്പുള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ പ്രയോർ ഡീഡ് പിന്നീട് നോക്കേണ്ട കാര്യം ഇല്ല. അങ്ങനെ അപ്പോൾ അവർ പറഞ്ഞു, സാറേ എൻ്റെ പൈസയൊന്നുമില്ല, ഇത് കിട്ടുമ്പോൾ തരാം. ഞാൻ 30,000 രൂപ കൊടുത്തു കയ്യിൽ നിന്ന്. കാരണം അവർ മേലുള്ളൊരു വിശ്വാസ്യത അടിസ്ഥാനത്തിലാണ് നമ്മൾ കൊടുത്തത്. പ്രമാണം എഴുതി ക്ലിയർ ആയപ്പോഴാണ് ഇദ്ദേഹം പറയുന്നത് ഇതെന്താണെന്നൊന്നും അറിയണം. ശരി, ഓക്കെ, വന്നോളൂ, കാര്യം മനസ്സിലായി. എൻ്റെ അടുത്ത് പറഞ്ഞില്ല, എൻ്റെ അടുത്ത് പറയാതാണ് ഈ പ്രമാണം എഴുത്തും കാര്യങ്ങളും. നിങ്ങളുടെ വൈഫ് അല്ലേ, തിലകമ്മയുടെ മകള്. എൻ്റെ അടുത്ത് പേര് എന്ത് രഘുനാഥ്? സുനു രഘുനാഥ്. ആ പ്രമാണത്തിൽ വായിച്ചതാണ്. അത് തീർച്ചയായിട്ടും എൻ്റെ നമ്മൾ ഈ ആധുനിക മനുഷ്യരാണ്. ഭാര്യയ്ക്കും ഭർത്താവിനും ഒക്കെ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ പരസ്പരം പറഞ്ഞും അറിയിച്ചും ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേകത. നിങ്ങൾ ചെയ്തത് തെറ്റ് തന്നെയാണെന്നാണ് എൻ്റെ
അപ്പോൾ എനിക്ക് ഇദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ, ആരുടെയും പക്ഷം പിടിക്കേണ്ട കാര്യം എനിക്കില്ല. നിങ്ങൾ ചെയ്തത് പൂർണ്ണമായും തെറ്റാണ്. പറഞ്ഞിട്ട് തന്നെ ചെയ്യണം. കല്യാണം കഴിച്ച് അയച്ചാൽ സ്വാഭാവികമായിട്ട് പെൺകുട്ടികൾ ഭർത്താവിൻ്റെയും ചെറുക്കൻ്റെ വീട്ടുകാരുടെയും ഒക്കെ അതാണ് അവരുടെ വീട് എന്നൊക്കെയാണ് നമ്മുടെ സങ്കല്പം. ഏകദേശം അതൊക്കെ ശരിയുമാണ് അല്ലേ? നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടോ? സ്ത്രീകൾക്ക് പൂർണ്ണമായും സ്വാതന്ത്ര്യം. പക്ഷെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് എന്താണ് തടസ്സം? നിങ്ങൾ ആഹാരം കഴിച്ചിട്ടാണോ വന്നത്? ലെഫ്റ്റോട്ട് പോയാൽ സാറിൻ്റെ വീട് ഇത് ഞങ്ങളുടെ കെട്ടിടമാണ്, സ്വന്തം കെട്ടിടമാണ്. എൻ്റെ അനുജൻ്റെ വകയാണ്. അയാൾ ആസ്ട്രേലിയയിലാണ്, ന്യൂറോ സർജനാണ്. ആനേറയും പേട്ടയും വീടുണ്ട്. ഫാമിലി ഇവിടെ തന്നെ? ഫാമിലി ടീച്ചർ, ഒരു മോള് ടീച്ചർ റിട്ടയർഡായി. ഞാനും പിന്നെ വീട്ടിൽ ഇരിക്കേണ്ടതാണ്, തുറന്നു പോകുന്നു. മോടെ കല്യാണം കഴിഞ്ഞു. പിന്നെ കുറച്ച് സോഷ്യൽ ആക്ടിവിറ്റീസ് ഉണ്ട്. അതിൻ്റെ ഒരു കാര്യങ്ങൾ, അതും പ്രത്യേകിച്ച് നിങ്ങളുടെ ശാസ്താംകോട്ട ഏരിയകളിലൊരു കോവൂർ കുഞ്ഞുമൻ്റെ അപ്പുറം മണ്ഡപമല്ലേ അല്ലേ? കുന്നത്തൂർ. അവിടെ കുറച്ച് ആൾക്കാർ എനിക്ക് വേണം. കൂടുതലും എനിക്ക് തോന്നുന്നു ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിൻ്റെ ഏരിയയാണ് അത്, റിസർവേഷൻ മണ്ഡലമാണത്. ഞാൻ കാരണം അതിൽ കൂടെ നമ്മൾ ഉറങ്ങിയായിരുന്നു. എന്നെ കൊണ്ട് ഇപ്പം എന്നത്തേക്ക് കിട്ടും ഇത് പൈസ? ഞാൻ എല്ലാ ഇൻകം സർട്ടിഫിക്കറ്റ് 30 വർഷത്തെ എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇവരുടെ ഒരു തീരുമാനം അറിഞ്ഞ് ഇവർ ഈ പ്രമാണം വാങ്ങിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ഞാൻ അടുത്ത പ്രമാണം എടുത്ത് കൊടുക്കും. അല്ല, ഇവർ ഇതിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ 30 വർഷത്തെ ഇൻകം പ്രിൻസിപ്പിൾ കഴിഞ്ഞാൽ ഒരു ലീഗൽ വാല്യൂഷൻ ഒന്നുകൂടെ നോക്കണം. പുതിയ ആളുടെ പേരിലായില്ലേ പ്രമാണം. ഇതാണ് നമ്മുടെ ഒരു തീരുമാനം. ഇനിയിപ്പോൾ ബാധ്യത സർട്ടിഫിക്കറ്റ് എടുക്കണം. ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? പിന്നെ അതിന് ബാധ്യതയില്ല സർട്ടിഫിക്കറ്റ് എടുത്ത് കൊടുത്താൽ മതി. പിന്നെ അവർ പഴയ റിപ്പോർട്ടെല്ലാം ഇവരുടെ പേരിലാക്കണം, പുതിയ ആളിൻ്റെ പേരിൽ. വാല്യൂഷനും ലീഗലും തിലകമ്മയുടെ പേരിലാണ് എടുത്തത്. ഇപ്പോൾ വാല്യൂഷനും ലീഗലും രഘുനാഥിൻ്റെ സിനു രഘുനാഥിൻ്റെ പേരിലോട്ട് മാറ്റണം. രഘുനാഥ് നിങ്ങളുടെ അച്ഛനാണ്. ഇനി ഇവള് വരണം, ബാങ്കിൽ വരണം, ഇവള് വരണം, ബാങ്കിൽ ഒരു ആവശ്യം വരണം, ബോർഡ് ഒപ്പിടാൻ പറഞ്ഞില്ല. അത് എന്നത്തേക്ക് വരേണ്ടി വരും? ഇവർ ഓക്കെ ആണെങ്കിൽ ഇപ്പം തന്നെ ഇനി അത് പ്രഷർ ചെയ്യും. അതിനകത്ത് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. സംശയങ്ങളെല്ലാം ഒന്ന് തീർത്ത് ദൂരീകരിച്ച് 10 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് ഇട്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അല്ലെങ്കിൽ മറ്റൊരു പ്രയാണം വെച്ച് നമ്മുടെ പണം കിട്ടുകയാണ്. പിന്നെ നമ്മുടെ ആളുടെ പേരിലാണ് പണം കിടക്കുന്നത് എന്നുള്ളതുകൊണ്ട് നമുക്ക് എന്നാലും ഡിലേ വരെ ഇല്ലേ, പൈസ നഷ്ടമായി. നമുക്ക് ഇത്രേ ഉള്ളൂ, സംശയങ്ങളെല്ലാം ഒന്ന് തീർക്കണം. കാര്യം പുള്ളിക്കാരത്തി തന്നെ വന്നേന്ന് പറഞ്ഞു. തമ്മിൽ എത്ര ദിവസം അവർ പല പ്രാവശ്യം വന്നായിരുന്നു. ഈ പ്രമാണം സെറ്റ് ചെയ്യാൻ ലോണിന്റെ കാര്യത്തിനും ചെട്ടി പിടിക്കുന്നതിന്റെ കാര്യത്തിനും പണം അടയ്ക്കുന്നതിന്റെ കാര്യത്തിനും ഒന്നും അല്ല അവർ വന്നത്. അവരൊരു പൈസ നമുക്ക് അടച്ചിട്ടുമില്ല. ഈ പ്രമാണം റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി അങ്ങനെ തന്നെ നിർത്തി റെക്ടിഫൈ ചെയ്യാൻ ഒരുപാട്. നീ ഇത് പറഞ്ഞിരുന്നെങ്കിൽ അന്നേരം നമുക്കിങ്ങ് ചെയ്യരുതായിരുന്നു. നീ എന്നാ പറയണ്ടേ? ഒന്ന് ഒരു കാര്യം പറയുന്നില്ലല്ലോ നമ്മളോടൊന്നും അതല്ല, പറയണ്ട. ഇവരറിഞ്ഞത്, ഈ ഫാമിലി അറിഞ്ഞത് എൻ്റെ ഒരു വിശ്വാസം തിലകമ്മയുടെ പ്രമാണം മാറ്റി വേറൊരാളുടെ പേര് ചെയ്ത് അത് പ്രമാണമാക്കണമെന്നൊരു തീരുമാനം വന്നല്ലോ കേസ്. അപ്പോഴും മാത്രമാണ് ഇവരറിഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണോ? ലോൺ എടുക്കാൻ പോകുന്നു. അവർക്ക് ലോൺ കിട്ടൂല. ഒന്നാമത് 60 വയസ്സ് കഴിഞ്ഞു. രണ്ടാമത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു വരുമാനമോ അതിന്റെ സോഴ്സോ ഇല്ല. ഒന്നാമത് ഇവരും ഗൾഫിൽ പോയിട്ട് വന്നിട്ട് അവനും സാമ്പത്തികമായിട്ട് ആകെ തീർന്നിരിക്കുകയാണ്. പിന്നെ അപ്പോൾ അവനൊരു ബിസിനസ് തുടങ്ങിയിട്ട്, അതാ പറഞ്ഞത്, ബിസിനസ് ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷമായി അത് തുടങ്ങിയതാണ്. ബിസിനസ് തുടങ്ങിയിട്ട് ബിസിനസ് ഈ പറഞ്ഞ പോലെ ഒന്നും ഇപ്പോൾ സ്റ്റുഡിയോ കൊണ്ടൊന്നും ജീവിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. സ്റ്റുഡിയോ അല്ല, ഇപ്പോൾ എല്ലാം ഇതിൻ്റെ കാലഘട്ടത്തിലായി. പിന്നെയാണ് ഹോട്ടലും കൂടെ ഒപ്പം തുടങ്ങി. ഈ രണ്ടും കൂടെ ഒന്നും കൊണ്ടു നടക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. ഞാനതുകൊണ്ട് അവിടെ തന്നെ സ്റ്റുഡിയോയോട് ചേർന്ന് തന്നെ. അല്ല, ബ്രോസ്റ്റഡ് ലാഭമൊന്നും കിട്ടത്തില്ലെന്നേ. അവിടെ ഒന്നുമില്ല. നല്ല 80% ലാഭം കിട്ടുന്നുണ്ട്. പക്ഷേ സ്റ്റാഫിനെയൊക്കെ നിർത്തി കഴിഞ്ഞപ്പോൾ തന്നെ 3 സ്റ്റാഫ് ഉണ്ട്. 25,000 രൂപയുടെ സെയിൽസ് കഴിഞ്ഞാൽ പിന്നീടുള്ള ഒരു റേഞ്ച് ഓഫ് ഇൻഡസ്ട്രിയൽ കൺസൾട്ടൻ്റ് ആണ്. എല്ലാ ബിസിനസ്സും ഞാൻ പഠിക്കുന്നത്. ഒരു ടാർഗറ്റ് വരെ വർക്കേഴ്സിന് ശമ്പളം കൊടുക്കുന്നുണ്ടാവും അല്ലേ? അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യും. സെയിൽസ് എത്തണം, ആ ലെവലിൽ
25 പേരെ നമുക്ക് ബ്രേക്ക് ഇവൻ അറ്റൻഡ് ചെയ്യാം. പക്ഷേ 25-50 ആയാലും ഇതേ ലേബർ മതി നമുക്ക്. ലേബർ മീൻസ് അടുക്കളയായാലും സപ്ലൈസ് ആയാലും എല്ലാം അത് മതി. വീട്ടിൻ്റെ റെൻറ്റും പോർഷനും ഓവർഹെഡ്സും എല്ലാം അതിൽ തന്നെ പോകുന്നു. പിന്നെ ആകെ കൂടുന്ന ഇന്ധനം കൂടും, ഇൻഗ്രീഡിയൻസ് കൂടും, മാവ് കാര്യങ്ങൾ എല്ലാം കൂടും. ഓക്കെ, അപ്പോൾ പറയും ഇനി എന്താണ് ഇതിലെ ഡൗട്ട്? പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതായിട്ട് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് ഒന്ന് എന്തൊക്കെയാണ് വേണ്ടെന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ടേ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ പോരെ. ഇതിപ്പോൾ 10 ലക്ഷം എത്രൻ്റെ ആയിരുന്നു? ഇതിപ്പോൾ നമ്മൾ 50 ലക്ഷം രൂപ ചുറ്റി 35 ലക്ഷം രൂപയ്ക്ക് പിടിച്ചു, 37 ലക്ഷം രൂപ പിടിച്ചിട്ടുണ്ട്. അതിൽ ഫുൾ അവർ ഫുള്ള് കിട്ടൂല, ബാക്കി അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാനേ പറ്റൂ. ബീന അമ്പത് ശ്രീകുട്ടിയെ വിളിച്ചിട്ട് തെലങ്കാനയുടെ വസ്തുവിന്റെ വാല്യൂഷൻ എത്രയാണെന്ന് ചോദിക്കാൻ പറയാം. ഈ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ ചിട്ടി പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അടയ്ക്കാൻ പറ്റുമോ? അതാണ് അവർ പറഞ്ഞ 6 ലക്ഷമോ 10 ലക്ഷമോ ചെയ്തിട്ട് ബാലൻസ് പൈസ അത് നിങ്ങളടുത്ത് പറഞ്ഞില്ല. ഹൗ ക്യാൻ വി ക്രിയേറ്റ് വെൽത്ത്? നിങ്ങളും ബിസിനസ് മോശമാണെന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ കൂടെ ഒരു ടീമായിട്ട് നിന്ന് വെൽത്ത് ക്രിയേഷനിൽ പങ്കെടുക്കാം. അമ്പയും ശ്രീകുട്ടിയും വെൽത്ത് ക്രിയേഷനിൽ എൻ്റെ കൂടെ നിന്ന് പങ്കെടുക്കുന്ന ആൾക്കാരാണ്. കുട്ടികളല്ല അവർ. എനിക്ക് കുട്ടികളാണെങ്കിലും അമ്പയ്ക്ക് 50 വയസ്സുണ്ട്. അവരുടെ പുരയിടം വെച്ച് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അവിടെ വരുന്നത് വെൽത്ത് ക്രിയേഷനിൽ നമ്മൾ വളരെ കെയർഫുള്ളായിട്ടുള്ള ഒറ്റ കണ്ടീഷനുകൾ. ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന വെൽത്തിൻ്റെ പകുതി എനിക്ക് തരണം. കാരണം ഐഡിയാസും പ്ലാനിങ്ങും എവരിത്തിങ് എൻ്റെതാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യണം, പറയുന്നതേ ചെയ്യാവൂ ഈ കാര്യത്തിൽ. മറ്റൊരു കാര്യം നിങ്ങൾ ചെയ്യാൻ പാടില്ല. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കയ്യിലൊരു 50 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. 50 ലക്ഷം രൂപ ലിക്വിഡ് ക്യാഷ് ആയിട്ടുണ്ട്. അത് ഒന്നുകിൽ റെഡി ക്യാഷ് ഉണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ വലിയൊരു പുരയിടം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വർണ്ണം ഉണ്ടെങ്കിൽ ഒക്കെ എടുക്കാം. അപ്പം 50 ലക്ഷം രൂപ കയ്യിലുള്ളവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഈ പുരയിടത്തിനെയോ സ്വർണ്ണത്തിനെയോ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് കിട്ടൂല. കാരണം അതിൻ്റെ ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് അങ്ങോട്ട് പോകും. ഒരേടം ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കാം. 50 ലക്ഷം രൂപ അല്ല, പണം ഉണ്ടെന്ന് വിചാരിക്കാം. 50 ലക്ഷം രൂപ ബാങ്കിൽ ഒരു വർഷത്തേക്ക് എത്ര രൂപ കിട്ടും? 40,000. 1 ലക്ഷം രൂപയ്ക്ക് 8,000 കിട്ടും അല്ലേ? 5 ലക്ഷം രൂപയ്ക്ക് ഒരു വർഷത്തേക്കാണ്. 1 ലക്ഷം രൂപയ്ക്ക് 8,000 കിട്ടും. 5 ലക്ഷം രൂപയ്ക്ക് 40,000 കിട്ടും. 50 ലക്ഷം രൂപയ്ക്ക് 4 ലക്ഷം രൂപ. 1 ഇയർ ടൈം. ഓക്കെ, ക്ലിയർ ആയി മനസ്സിലാവുന്നില്ല? ഇപ്പം ഇവിടെ ഒരാൾ വലിയ പരിപാടിയായിട്ട് വരുന്നു, എമർജൻസി ഓഫ് മണി, 1-2 മാസം കാത്തിരിക്കുക, ഇൻകം ഇല്ല, സിവിൽ പ്രോബ്ലം, ഒരിടത്തും ലോൺ കിട്ടില്ല. എങ്ങനെ ലിക്വിഡിറ്റി ഉണ്ടാക്കുന്നത്? നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അവരൊരു പലിശയും നമുക്ക് തരണ്ട. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ബാങ്കിൽ നിന്നുള്ള നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ബാങ്കിൽ നിന്നുള്ള വീത പലിശ നമുക്ക് കിട്ടും. ഇപ്പം 1 CRൻ്റെ ചിട്ടി 1 lakh into 100 ആണത്. ശരിയല്ലേ? നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കരുനാപ്പള്ളിയിൽ 3 ചിട്ടി നമ്മൾ ചേർന്ന് കൊടുക്കണം. പലയിടത്തും ചിട്ടി ചേർന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മളിത് പൈസ അടച്ച് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. 50 മാസം ആയ ചിട്ടി 100 മാസത്തിൽ 50 മാസങ്ങളിൽ കഴിഞ്ഞാലേ പിടിക്കാനുള്ള ആൾക്കാരുടെ എണ്ണം കഴിഞ്ഞ് നമുക്ക് പോയി പിടിക്കാൻ പറ്റും. നമുക്ക് അപ്പോൾ ഒരു 80, 85, 90 പിടിക്കാൻ പറ്റും. ഇപ്പം ഏതാണ്ട് 10 ലക്ഷം രൂപയുടെ ചിട്ടി 9,50,000 രൂപയ്ക്ക് പോവാം. 50,000 രൂപ KSFയുടെ ഡിവിഡൻഡ്, അവരുടെ ഫോർമാൻ കമ്മീഷൻ. അപ്പോൾ ഇവിടെ 50 ലക്ഷം ആകുമ്പോൾ ടോട്ടൽ ലൈബിലിറ്റിയിൽ കുറഞ്ഞത് 50 ലക്ഷം അല്ലേ? 1 കോടിയല്ലേ കസ്റ്റമർ അടയ്ക്കേണ്ടത്. അപ്പോൾ അവർ വീത പലിശ നമുക്ക് തരുന്നത് കൊണ്ട് അവർക്കൊരു നഷ്ടവും വരുന്നില്ല. അവർ 1 കോടി അടയ്ക്കേണ്ടത് 50 ലക്ഷം അടഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഈ 50 ലക്ഷം ഞങ്ങൾ അടയ്ക്കും. ആരടയ്ക്കും? ഈ 50 lakhs കയ്യിൽ ഇരിക്കുന്നവൻ അടയ്ക്കും. അവൻ അടയ്ക്കുമ്പോൾ ആവറേജ് നമുക്ക് നോക്കുമ്പോൾ നമുക്കൊരു 40 ലക്ഷം രൂപ അടച്ചാൽ നമുക്കത് ട്രാൻസ്ഫർ ചെയ്യാം.
നമുക്കിവിടെ 10 ലക്ഷം രൂപ നമുക്കിവിടെ ഉണ്ട് ബാലൻസ് 40 കോടി. ഈ 40-ൽ നിന്നും 20 രൂപ നമുക്ക് പാസ്ബുക്ക് ലോൺ കിട്ടും ഇമ്മീഡിയറ്റ്, അന്ന് പറ്റുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ 40-ൻ്റെ സ്ഥാനത്ത് 20 ഡെപ്പോസിറ്റ് ചെയ്തൂടെ? 40 ഡെപ്പോസിറ്റ് ചെയ്ത് 20 ഡെപ്പോസിറ്റ് ചെയ്തു. ഈ 20-ൽ നിന്നും ഒന്ന് ബാങ്കിൽ വിളിച്ച് നോക്കാൻ പറഞ്ഞു. അമ്മയ്ക്ക് പനിയാണ്, ശ്രീകുട്ടിയെ വിളിച്ച് പറയാം. ഇതൊക്കെ എന്നെ നോക്കി വിളിച്ച് പറയാം കേട്ടോ. വാല്യൂഷൻ എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. കുറേ വാല്യൂഷൻ അന്ന് ഫയലിനകത്ത് കാണത്തില്ല, ഫയലിനകത്ത് എടുത്ത് വെച്ചിട്ടില്ല. ഇല്ല, ഇവിടെ വെച്ചിട്ട് നമ്മുടെ ബാങ്കിൽ KSF-ലേക്ക് കാണും. വാല്യൂഷൻ നമുക്ക് KSF-യുടെ വാല്യൂറ്ററല്ലേ വാല്യൂറ്റ് ചെയ്യുന്നത്. ഇതിൽ നിന്നും 10 ലക്ഷം രൂപ വീണ്ടും പാസ്ബുക്ക് ലോൺ എടുക്കാൻ. ഓക്കെ, ഇതിന് മൊത്തം വേണ്ടി വരുന്ന സമയം 3 മാസം സമയത്തുള്ളൂ. 2 മാസം മതി നമുക്ക്. ഇതിൽ നിന്നും 5 ലക്ഷം എടുക്കാം. താഴോട്ടുള്ള കാൽക്കുലേഷൻ ഞാൻ കൂട്ടുന്നില്ല. ദെൻ ഇത് അന്നേരം തന്നെ ട്രാൻസ്ഫർ ചെയ്യണം ആവശ്യക്കാരന്. ഇവിടെ നമുക്ക് 50 ലക്ഷം രൂപ, ഇവിടെ 50 ലക്ഷം രൂപയിൽ 10 ലക്ഷം രൂപ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, 40 ഉപയോഗിച്ചിട്ടുള്ളൂ. ശരിയല്ലേ? നമുക്ക് വരുന്ന വരവ് 50 ലക്ഷം രൂപയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിൽ 10 ലാക്സ് പ്രോഫിറ്റ് കിട്ടിയോ? ഇതിൽ നിന്നും ഇതിന് നേരെ പകുതിയല്ലേ, 5 ലാക്സ് പ്രോഫിറ്റ് കിട്ടുമല്ലോ. ഇതിന്ന് 2.5 കിട്ടുമല്ലോ, ഇതിന്ന് 1.25 കിട്ടുമല്ലോ. 15, 17, 18 ഒന്നും 19 ലക്ഷം രൂപ ലാഭം കിട്ടിയോ ഒറ്റ സർക്കുലേഷൻ. ദെൻ ഇത് 3 മാസം കൊണ്ട് 4 തവണ നമ്മൾ ഈ ഒരു വർഷത്തിനുള്ളിൽ റൊട്ടേറ്റ് ചെയ്യും. എത്ര വരുന്നു? 36-ന് അവശിഷ്ടം 3 നൽകുന്നത് 76 ലക്ഷം രൂപ നമുക്ക് ഈ 40 ലക്ഷം രൂപ കയ്യിൽ വെച്ച് ചെയ്യുന്ന ഒരാളിന് കിട്ടുന്ന ലാഭമാണ്. അവരുടെ 40 ലക്ഷം രൂപ ഒരിടത്തും പോയിട്ടില്ല, കയ്യിൽ വെച്ച് കിട്ടുന്ന ലാഭമാണ് 76 ലക്ഷം രൂപ. നിങ്ങൾക്ക് ഇവിടെയാണെങ്കിൽ എത്ര കിട്ടും? 50 ലക്ഷം രൂപയിലെ അയച്ച് ഇട്ടിരിക്കുന്നത്, ശരിയല്ലേ? 50 ലക്ഷം രൂപയ്ക്ക് 8% എത്ര വരും? 5 ലക്ഷം രൂപയ്ക്ക് 4 ലക്ഷം രൂപ. അപ്പോൾ 50 ലക്ഷം രൂപയ്ക്ക് 40,000 വരൂലല്ലോ. അതിൻ്റെ 8%-ല്ലേ വരുന്നത്. അത് 4 ലക്ഷം രൂപ ടോട്ടൽ 1 ഇയറിലെ ഇൻട്രസ്റ്റ് ആണ് 4 ലക്ഷം രൂപ. നമുക്കിവിടെ 46 ലക്ഷം. ഇത് ഞാൻ 76 ലക്ഷം. ഇത് ഞാൻ വെറുതെ ചെയ്തു തരില്ല. ഇതിൻ്റെ 50% ലാഭം എഗ്രിമെൻറ്റ് പ്രകാരം എനിക്കുള്ളതാണ്. ആണല്ലോ 3 എത്ര വരും? 38 ലക്ഷം രൂപ എനിക്ക്, 38 നിങ്ങൾക്ക്. കമ്പയർ ചെയ്യും, ഇതുമായിട്ട് കമ്പയർ ചെയ്യും. ഇത് ചെയ്യുന്നത് എൻ്റെ പേരിലല്ല, ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ പേരിലാണ്. ഇവൻ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. KSF ഈസ് എ ഗവൺമെൻറ് ഓർഗനൈസേഷൻ. അതിൽ പോയി നിങ്ങളുടെ പേരിൽ ചിട്ടി ഇടുമ്പോൾ തന്നെയാണ് അത് കൺവേർട്ടഡ് ആവുന്നത്. ഇവിടെ ഞാൻ ചെയ്യുന്നത് എന്താണ്? ഇത് തിരിച്ച് വാങ്ങാൻ ഒരാളിനെ ഞാൻ തരും, അതിനുള്ള പ്രോപ്പർട്ടി ഞാൻ തരും, അവരുമായിട്ടുള്ള എഗ്രിമെൻറ്റ് കാര്യങ്ങൾ എവരിത്തിങ് ഓക്കെ. അവർക്ക് പൈസ കിട്ടുമ്പോൾ അവർ ഈ 50%, 50 ലക്ഷം നമുക്ക് മതി. ഫസ്റ്റിൽ നമ്മുടെ ഇത് നഷ്ടപ്പെടാത്ത വിധമുള്ള സ്ട്രാറ്റജീസ് ഉണ്ട്, കാൽക്കുലേഷൻസ് ഉണ്ട്. അക്കൗണ്ട് ആരുടെ പേരിലെടുക്കും. ഇത് നമ്മൾ 50 ലക്ഷം രൂപ അടച്ച് അവൻ്റെ പേരിൽ സ്റ്റാർട്ട് കൊടുക്കും. ഉദാഹരണം, നിങ്ങൾ അന്യരാണെന്ന് വെച്ചു, നിങ്ങൾ 50 ലക്ഷം രൂപ എടുത്ത് 1 ലക്ഷം രൂപ അടച്ച് നഷ്ടപ്പെട്ടു പോയൊരു ചിട്ടിയ, മുടങ്ങിക്കിടക്കുന്ന ഒരു ചിട്ടിയ, അതിൻ്റെ 50-ാം മാസത്തിൽ ചെന്ന് 50 ലക്ഷം രൂപ അടച്ച് നിങ്ങളുടെ പേരിൽ ആക്ടിവേറ്റ് ചെയ്ത് ഇദ്ദേഹത്തിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. വേറെ അവരുടെ പുരയിടം, ഈ അദ്ദേഹത്തിന് പുരയിടമുണ്ടോ? പുരയിടം വെച്ച് 1 കോടി രൂപ എടുക്കുക, അല്ലെങ്കിൽ 95 അല്ലെങ്കിൽ 85 ലക്ഷം രൂപ എടുക്കുമ്പം വ്യവസ്ഥയനുസരണം 50 ലക്ഷം രൂപയെ നമുക്ക് തരണം. 50 ലക്ഷം രൂപയെ നമുക്ക് തന്നാലേ നമുക്ക് ഈ 10 ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. ശരിയല്ലേ? ഇയാൾ തന്നില്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും. അവിടെയാണ് ഞാൻ സെക്യൂർ ചെയ്തിരുന്ന എൻ്റെ സ്ട്രാറ്റജീസ്. നിങ്ങളെ വിട്ടിട്ട് അയാൾക്ക് പൈസ എടുക്കാൻ മനസ്സിലാവും. ഇത് ഇത്രയും ചെയ്യുന്നതിനാണ് ഞാൻ 50% പ്രോഫിറ്റ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് ആയി? 38 എന്ന് വെച്ചാൽ എത്ര ഇരട്ടിയാണ്? 5 ഇരട്ടിയാണെങ്കിൽ 20 ലക്ഷം മതി, ഇല്ല? ഏകദേശം 10 ഇരട്ടി വരുന്നുള്ളൂ എന്ന് വെച്ചാൽ അർത്ഥം 8% പലിശയ്ക്ക് ഞാൻ 80% പലിശ ഉണ്ടാക്കി തരുന്നുണ്ട്. 40 ലക്ഷത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് 38 ലക്ഷം രൂപ തൊട്ട് ഡബിൾ ആകാൻ 1 വർഷം മതി.
ഓക്കെ, മനസ്സിലാവുന്നോ? ഞാൻ ഈ മിച്ചമുള്ള പൈസ ഇവർക്കത് ചെയ്ത് കൊടുത്താൽ ഇവർക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുള്ളൂ. അവർക്ക് വരുമാനം ഉണ്ടെങ്കിൽ തിരിച്ചടയ്ക്കുന്നെങ്കിൽ ഒക്കെ കുഴപ്പമില്ല, അവർക്ക് തന്നെ കൂടുതൽ മെച്ചപ്പെട്ട മെത്തേഡിലുള്ളവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ല അവരെ കൂടെ അല്ല. അപ്പോൾ അവര് എത്ര രൂപ അടയ്ക്കേണ്ടി വരും? അവരിപ്പോൾ എത്ര കിട്ടും എന്നുള്ളതാണ് പ്രധാനം. ആ കിട്ടുന്ന കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പൈസ മുഴുവൻ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ്. അതിന് കുറേ കാലത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അതിൽ പോകും. അതിന് കുറേ കാലത്തെ ഇൻസ്റ്റാൾമെൻറ്റ് പോകും. അത്രയും വർഷം, ഇപ്പോൾ 1, 2, 3 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഇവർ ബാക്കി പൈസ അടയ്ക്കുന്ന KSF ആകുമ്പോൾ പലിശയില്ലല്ലോ. മുതൽ കണക്കൂട്ടി വെച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് അടച്ചാൽ മുതലൊന്ന് കുറയുമല്ലോ. മറ്റേ ഒരു ബാങ്ക് ലോൺ ആണെങ്കിൽ 10 ലക്ഷം രൂപ എടുത്ത് KSF ഏത് ബാങ്കിലാ? എത്രയാ അതിൻ്റെ തുക? എത്ര നാളായി ഇപ്പം? 1.5 വർഷം. നിങ്ങൾക്ക് ഇപ്പം എത്ര മാസം മുടങ്ങി? 1 വർഷത്തോളം. ലേലമായോ അത്? ചിട്ടി നമ്പർ അറിയാമോ? ബീന, ഇവരെ ചിട്ടി നമ്പർ വിളിച്ചിട്ട് അത് എത്രാമത്തെ ലേലം, ലാസ്റ്റ് ബിറ്റ്, മുടക്ക ചിട്ടി സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടോയെന്നൊന്ന് ചോദിച്ചേ. ചാരുമൂട് ബ്രാഞ്ചിൻ്റെ നമ്പർ എടുക്കും. ഇവൻ്റെ ബുക്ക് ഒഴിപ്പില്ലേ? ബുക്കിനകത്ത് കാണത്തില്ലേ? ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് കോപ്പി നമ്പർ അത് എടുത്തോ. എൻ്റെ ഫോട്ടോ എടുത്ത് അയാൾ ചാരുമൂട്, ആലപ്പുഴ ജില്ലയുടെ തെക്കേ അറ്റമാണ് ചാരുമൂട്. KSFയുടെ പൈസ അടച്ചതിൻ്റെ മെസ്സേജ് നോക്കാം. എൻ്റെ അത് എത്ര